നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ദയനീയമായ പരാജയം, ആ പരാജയത്തെക്കുറിച്ച് ബൂത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ പോളിറ്റ് ബ്യൂറോ വരെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. എങ്കിലും ഈ വിഷയത്തിൽ കേരളത്തിലെ CPM-ൻ്റെ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ ഒരിക്കലും പിണറായി വിജയനോ MP ഗോവിന്ദനോ തയ്യാറായിരുന്നില്ല. 10 വർഷം പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയ പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ രീതികളും സംസാര ശൈലിയും പൊതുജനങ്ങളിൽ നിന്നും അകന്നുള്ള ചില ജീവിത രീതികളും ഒക്കെ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിനെ, ഇടതുപക്ഷത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്നുള്ളതായിരുന്നു ബൂത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ അന്ന് പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന വികാരം. ഇത് എല്ലാ കമ്മിറ്റികളും ബൂത്ത് തലത്തിലും ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം റിപ്പോർട്ടാക്കി തന്നെയാണ് അന്ന് അവതരിപ്പിച്ചത്. എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം വെട്ടിത്തിരുത്തി തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഏതെങ്കിലും ഒരു നേതാവിനല്ല, കൂട്ടായ നേതൃത്വത്തിനാണ് എന്ന് റിപ്പോർട്ട് തിരുത്തി കീഴ്ഘടകങ്ങളിലേക്ക് ആ റിപ്പോർട്ട് അയക്കുകയായിരുന്നു. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും, അതായത് പാർട്ടിയുടെ മൊത്തം സംവിധാനം ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള തലമുതിർന്ന നേതാക്കൾ റിപ്പോർട്ട് തിരുത്തിയാണ് കീഴ്ഘടകങ്ങളിലേക്ക് അയച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടിയുടെ സംസ്ഥാന സമിതിയും ഈ പിണറായി വിജയൻ്റെയും അതുപോലെ MP ഗോവിന്ദൻ്റെയും എല്ലാം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, CCയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നതാവട്ടെ, ഇടതുപക്ഷത്തിൽ നിന്നും ഭരണപക്ഷം അകന്നുപോയി, അതായത് പിണറായി വിജയൻ സർക്കാർ ഇടതുപക്ഷ ജനങ്ങളിൽ നിന്നും അകന്നുപോയി. ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള ഒരു അവമതിപ്പുണ്ടായി. അത് നേതാക്കളുടെ ഭാഷയും സംസാരവും പെരുമാറ്റ രീതിയും തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നിരക്കാത്ത രീതിയിലുള്ള ജീവിതശൈലി, പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാതെ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഭരണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, ഭരണത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ഉപസമിതികളുണ്ടായിരുന്നു, ഭരണത്തിൽ ഏതെങ്കിലും തരത്തിൽ അപഭ്രംശം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുത്തുന്നതിന് വേണ്ടി. ഇപ്പോഴതില്ല. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറിയായ MP ഗോവിന്ദനെയും അതിനിശിതമായ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും എല്ലാം CPM എന്ന പാർട്ടിയിലെ ഭാവി ഇനി എന്താകും എന്നുള്ളത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒട്ടുമിക്ക മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇന്ന് ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. ഇന്നല്ല, കുറേ ദിവസങ്ങളായി ഇത് ചർച്ച തുടങ്ങിയിട്ട്. എങ്ങനെയാണ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെയുള്ള പടയൊരുക്കം ഓൾറെഡി പാർട്ടിക്കുള്ളിൽ തന്നെ CPM-നുള്ളിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ MA ബേബിയാണ് തുടക്കം കുറിച്ചത്. അപ്പം അതിന് പുറകിൽ പല നേതാക്കന്മാരും അണിനിരന്ന് കഴിഞ്ഞു. അവരുടെ വിഭാഗം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഒരു തോൽവിയുടെ കാരണം നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ദയനീയമായി തോൽക്കുന്നു. തോൽവിക്ക് ശേഷം MA ബേബിയും അതേപോലെ തന്നെ EP ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാർ, P ജയരാജൻ നേതാക്കന്മാർ പറയുന്നത് പാർട്ടി ദയനീയമായി തോറ്റിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ MP ഗോവിന്ദൻ അടക്കം പറഞ്ഞത് പാർട്ടി തെറ്റുതിരുത്താൻ തയ്യാറാണെന്നുള്ളതും അതുകൊണ്ട് തന്നെ എല്ലാവിധ വിമർശനങ്ങളും വരണം എന്നുള്ളതാണ് അവർ ആദ്യമായി പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആദ്യം ഈ സംസ്ഥാന കമ്മിറ്റി ഒന്നിരിക്കുന്നു. എന്നിട്ട് പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള സാധനം കണ്ടുപിടിക്കുന്നു. ചോദ്യം കൊടുക്കുന്നവർക്ക് ഇത്രത്തോളം ചോദ്യങ്ങളുണ്ട്, ഇതിനുള്ള ഉത്തരം നിങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള റിപ്പോർട്ടുകൾ വേണം എന്നുള്ളത്. അപ്പോൾ ആദ്യം സംസ്ഥാന കമ്മിറ്റി ഇരുന്നിട്ട് ചോദ്യം കൊടുക്കുന്നു. ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് പാർട്ടി തോറ്റു, ഏത് കാരണത്താൽ തോറ്റു, അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം അവർ പറഞ്ഞ പോലെ അത് താഴെത്തട്ടിലോട്ട് അയക്കുന്നു. താഴെത്തട്ടിൽ ഇത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ചർച്ച നടക്കുന്നു. ഓരോ കമ്മിറ്റി കൂടുമ്പോഴും അതിരൂക്ഷമായ വിമർശനം പിണറായി വിജയനെതിരെ ഉണ്ടാകുന്നു. ചില കമ്മിറ്റികൾ പിണറായി വിജയൻ MLA ആയിരിക്കാൻ പോലും യോഗ്യനല്ല എന്നുള്ളതും അദ്ദേഹത്തെ മാൻഡ്രാക്കിനോട് ഉപയോഗിച്ചുകൊണ്ടും ഏകാധിപതിയാണെന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ അവർ 100 പേരെങ്കിലും അവരൊറ്റ സമയം കൊണ്ട് പാർട്ടിക്കെതിരായ ആളുകൾ അണിനിരക്കും എന്നുള്ളതും ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനം ചുരുങ്ങിയത് കുറയും എന്നാണ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ അതിദയനീയമായ വിമർശനങ്ങൾ പാർട്ടിയുടെ ഓരോ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സംസ്ഥാന കമ്മിറ്റി വീണ്ടും ഇരുന്നതിന് ശേഷം ഏതൊക്കെയോ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർ പിണറായി വിജയൻ്റെ പേരെടുത്ത് പരാമർശിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരുന്നു. കാരണം
ഈ പറഞ്ഞ പോലെ തെറ്റ് തിരുത്താൻ വേണ്ടി പാർട്ടി തയ്യാറാണെന്നും കുറ്റങ്ങളുണ്ടെങ്കിൽ പറയണമെന്നും പറയുന്നു. ഇതേ നേതാക്കന്മാർ ഇത് വിശ്വസിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നു. നേതാവ് ഈ സാധനം ചെയ്തത് തെറ്റാണ് എന്നുള്ള സാധനം അത് കേട്ടപാടെ പിണറായിക്ക് ഹാലിളകുന്നു. അവർക്കെതിരെ നടപടിയെടുക്കുന്നു. ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു എന്നുള്ള തരത്തിലോട്ട് പോകുന്നു. എന്നിട്ട് ഇവിടുന്ന് ഈ കമ്മിറ്റി എല്ലാം കൊടുത്ത റിപ്പോർട്ടുകൾ വെട്ടിച്ചുരുക്കി പിണറായി വിജയൻ കേന്ദ്രത്തിലോട്ട് സാധനങ്ങൾ അയക്കുന്നു. അതിൽ പറയുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ് തോൽവിക്ക്, അല്ലാതെ ഒരു നേതാവിൻ്റെ കാരണം കൊണ്ടല്ല, എല്ലാവർക്കും തോൽവിയിൽ ഇക്കലായിട്ട് പോലെ എന്താ പറയുക, നേതൃത്വത്തിന് പൊതുവെ ഉത്തരവാദിത്വമുണ്ട്. അതെ, അതായത് തുല്യമായി എല്ലാവർക്കും ഒരുപോലെ തോൽവിയിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ളതും അത് ഈ പറഞ്ഞ പോലെ എല്ലാ ജില്ലാ കമ്മിറ്റിക്കാർക്കും താഴെ തട്ടിലുള്ളവർക്ക് വരെ അതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്നു. പിണറായി വിജയൻ്റെ പേര് പോലും പരാമർശിക്കാത്ത പല സാധനങ്ങൾ ഉണ്ടാകുന്ന പേരുകളൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് അത് കേന്ദ്രത്തിലോട്ട് അയക്കുന്നു. കേന്ദ്രം ഈ പറഞ്ഞ പോലെ CC ഇതിന് ഇരുന്നതിന് ശേഷം അവർ വിശാലമായ ചർച്ച നടത്തുന്നു. ഈ കൊടുത്ത സാധനങ്ങൾ അപ്പാടെ അവർ ചവറ്റുകൂട്ടയിൽ വലിച്ചെറിയുന്നു. അവർ പുതിയൊരു സാധനം അവരുണ്ടാക്കുന്നു. അതിലും പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കുന്നില്ലെങ്കിൽ പോലും പല കാര്യങ്ങളും അവർ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുന്നണിക്കുള്ളിൽ CPM ഉം CPI ഉണ്ടായ പടല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് PM ശ്രീയായ വിവാദങ്ങളെല്ലാം, PM ശ്രീക്ക് ഏറ്റവും അവസാനം അത് PB തന്നെ നേരിട്ട് ഇടപെടേണ്ടി വന്നു. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്നുള്ളതും, അതും ഇലക്ഷന് വെറും ഒരാഴ്ച മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും, അപ്പോൾ ഇത് വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചാ വിഷയമായി എന്നുള്ളതും, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായി സീറ്റ് വിഭജിച്ച് കൊടുത്തില്ല എന്നുള്ളതും, സ്ത്രീകൾക്കും യുവാക്കൾക്കും പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം ഇപ്രാവശ്യം കിട്ടിയില്ല എന്നുള്ളതും, പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി നിർണ്ണയം വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ളതും ഇതൊക്കെ പാർട്ടി കണ്ടുപിടിക്കുന്നുണ്ട്. കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കൈപിടിച്ചു വന്നതും, വെള്ളാപ്പള്ളിയെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞപ്പോൾ തള്ളിപ്പറയാതിരുന്നതും, ആഗോള അയ്യപ്പ സംഗമവേദിയിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതുമെല്ലാം തീർത്തും അനുചിതമായി പോയി, തെറ്റായിരുന്നു എന്ന് തന്നെ CC കണ്ടെത്തിയിരിക്കുന്നു. അതായത് പിണറായി വിജയൻ ഈ 10 വർഷക്കാലം അനുവർത്തിച്ചു പോകുന്ന ഏതാണ്ട് 99% പരിപാടികളെയും സർക്കാർ നയങ്ങളെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് CCയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇനി പിണറായി വിജയൻ എന്ന നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കി. മാത്രമല്ല 2016 കാര്യം കൂടി അതിൽ ഈ കേന്ദ്ര കമ്മിറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. 2016 പറഞ്ഞ പോലെ ഭരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ സംസ്ഥാന സർക്കാരിനുള്ളിൽ മേൽനോട്ടം പാർട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതും, ഏതെങ്കിലും തരത്തിൽ നയവിധ്യാനം പാർട്ടിക്ക് സംസ്ഥാന സർക്കാരിന് സംഭവിക്കുകയാണെങ്കിൽ പാർട്ടി കൃത്യമായി ഇടപെട്ടിരുന്നു എന്നുള്ളതും. പക്ഷേ 2021 കഴിഞ്ഞപ്പം പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനോടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളതും, പാർട്ടിക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറത്തോട്ട് ഒരു വ്യക്തി നേതാവ് വളർന്നു വന്നു എന്നുള്ളതും, പാർട്ടിക്ക് അവിടെ ശബ്ദമില്ലാണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പം ആദ്യകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MP ജയരാജനായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി പ്രതിനിധി രീതിയിൽ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ MP ജയരാജൻ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്, P ശശി വരുന്നത് കണ്ടു. അപ്പോൾ തീർച്ചയായും പിണറായി വിജയനിലേക്ക് പാർട്ടിയും ഭരണവും ഒതുങ്ങുകയായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം അത് തന്നെയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോയി, ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും പാർട്ടിയെ നയിച്ചവരുടെയും ഭരണത്തിലിരുന്ന ആളുകളുടെയും വീഴ്ചയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഭരണ നേതൃത്വത്തിലിരുന്നത് പിണറായി വിജയനാണ് 10 വർഷം. പാർട്ടിയെ നയിച്ചത് MP ഗോവിന്ദൻ ഈ കഴിഞ്ഞ 5 വർഷം നയിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് MP ഗോവിന്ദനാണ് പാർട്ടി നയിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായും ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഇവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. മാത്രമല്ല പിന്നെ സൂപ്പർ പോലീസ് ചമഞ്ഞു കൊണ്ടുള്ള പോലീസിൻ്റെ വരവും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കി എന്നുള്ളതും, സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഇമേജ് നഷ്ടപ്പെടുന്നതിൽ വലിയ തരത്തിൽ, പ്രത്യേകിച്ച് MR അജിത് കുമാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥന്മാർ, ചില പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള കോട്ടം സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം അടക്കമുള്ള, അതുപോലെ തന്നെ നിലമ്പൂർ MLA അൻവർ ആരോപിച്ച പല കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞുകുത്തി എന്നുള്ളതും പറയുന്നുണ്ട് പാർട്ടി. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയും ഈ പറഞ്ഞ പോലെ പോലീസും ബ്യൂറോക്രസിയും എല്ലാം സ്വേച്ഛാധിപത്യ രീതിയിലോട്ട് കടന്നു പോകുന്നു എന്നുള്ളതും, അതിന് കൃത്യമായി കൂച്ചുവിലങ്ങിട്ട് നിർത്താൻ ആഭ്യന്തരം കൈയാളെന്ന നേതാവിന് സഹായിച്ചില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമേ പിന്നെ CCയിലുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഇനി ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ 13, 14, 15 ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നും, ഇതിൻ്റെ നടപടികൾ പിൽക്കാലത്ത് തന്നെ സംസ്ഥാന സമിതി അതിൽ ചർച്ച ചെയ്യുന്നുള്ളതും, നടപടി അന്ന് തന്നെ കൈക്കൊള്ളുമെന്നുള്ളതും, പിന്നീടുള്ള കാര്യങ്ങൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളതും, പാർട്ടി എല്ലാവിധ തെറ്റുതിരുത്തലിനും തയ്യാറാണ് എന്നുള്ളതിലേക്ക് പിന്നീട് ഈ പാർട്ടിയുടെ ഏറ്റവും അവസാന കാലം ഇത് പരാമർശിക്കുന്നത്. പക്ഷേ അത് എത്തരത്തിൽ നടപ്പിലാകും എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ്. കാരണം ഈ പറഞ്ഞ പോലെ PB എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആകെ ഉണ്ടായിരുന്ന കുറച്ച് കാലമായിട്ട് 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമായിരുന്നു. ആ കേരളത്തിന് സമുന്നതനായ തലമുതിർന്ന നേതാവ്
നേതാവായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം പറയുന്നതിനപ്പുറത്തോട്ട് PBക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല. ഒരു സമയത്ത് PB എന്ന് പറഞ്ഞാൽ പിണറായി, പിണറായി എന്ന് പറഞ്ഞാൽ CPM എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം PB അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ലെവി മേടിച്ചിട്ടാണ് അവര് കഞ്ഞി കുടിച്ചിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പിണറായി വിജയനെ തള്ളി പറയാൻ അവർക്ക് എന്തെങ്കിലും അന്ന് പറ്റിയിരുന്നില്ല. ഇന്നിപ്പോ ഭരണം പോയ സാഹചര്യത്തിൽ ഇപ്പൊ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ആകെക്കൂടി ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇവിടെയാണ്. അപ്പൊ ഇവിടെയും നിർമൂലനാശമായി 10 വർഷം ഭരിച്ചപ്പോൾ തീർന്നു. ബംഗാളിലെ തന്നെ 33 വർഷക്കാലത്തിനടുത്ത് ഭരിച്ച പാർട്ടി ഇപ്പൊ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അവിടെ നിന്ന് ഈ കേരളത്തിൽ തുടർഭരണം കിട്ടി 10 വർഷമായപ്പോഴേക്കും കേരളത്തിലെ അവസ്ഥ 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ കൃത്യമായ ഇടപെടലുകൾ ഇനിയും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് കേരളത്തിൽ അവശേഷിക്കുമെന്ന് തോന്നിയുകൊണ്ടാവാം അവരൊരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഭരണത്തിന് മേൽ പാർട്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് മേലെ പിണറായി വിജയൻ പറന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് മേലെ പിണറായി വിജയൻ അപ്രമാദിത്വത്തോടു കൂടി തീരുമാനമെടുത്ത് ഭരണകർത്താവ് എന്ന രീതിയിൽ പാർട്ടിയെ അവഗണിച്ചു, പാർട്ടി തീരുമാനങ്ങൾക്ക് മുകളിൽ പോയി എന്ന് പറയുമ്പോൾ ഇനിയും പാർട്ടിക്ക് അത് അനുവദിക്കാൻ പറ്റില്ല. തീർച്ചയായും പാർട്ടി കൃത്യമായി ഇടപെടുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായും ഇപ്പം കാര്യങ്ങളെല്ലാം പിണറായി വിജയനെതിരെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തോൽവി കൂടി വന്നത് കൂടിയാണ്. പ്രായാധിക്യം കൊണ്ടും എല്ലാം കൊണ്ടും ഈ പറയപ്പെട്ട പോലെ ഒരുപാട് നിരനിരയായി കേസുകളും വന്ന സ്ഥിതിക്ക് എന്തായാലും പിണറായി വിജയൻ ഈ സ്ഥാനത്ത് അധികം നാൾ കടിച്ചു തൂങ്ങി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ ഏറ്റവും വലിയ നേതാവായി, CPM എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിലെ ഏറ്റവും തലമുതിർന്ന നേതാവായി, താൻ കൈവച്ചാൽ അതിനപ്പുറത്തുള്ള ഒരാൾ പോലും കൈ ഉയർത്തില്ല എന്നുള്ള നേതാവ് ഇപ്പോൾ നിലനിൽക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ആ പിണറായി വിജയനെതിരെയുള്ള നടപടികൾക്ക് ഇനി പാർട്ടി മുതിരുമ്പോൾ അത് ഏതൊക്കെ തരത്തിലോട്ട് പോകുന്നുള്ളത്, ഇനി മുതിർന്നാൽ തന്നെ അത് എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത്. കാരണം ഇപ്പോഴും PB പറഞ്ഞ പോലെ ആയിരിക്കില്ല താഴെ തട്ടിലോട്ട് വരുമ്പോൾ. ഇപ്പോഴും പിണറായി വിജയൻ്റെ, ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയൊക്കെ പിണറായി വിജയൻ പറയുന്നതാണ് അതേപോലെ അന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് അദ്ദേഹം. ഇത്തരത്തിലുള്ള നേതാക്കന്മാർ താഴെ തട്ടിലുണ്ടെങ്കിൽ വീണ്ടും ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതിനൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഫവാസെ. കാരണം ഇപ്പോൾ കണ്ണൂരിൽ ജയരാജന്മാർ തന്നെ ഈ കാര്യം രംഗത്തിറങ്ങുന്നു. അവർ തന്നെ ഈ കാര്യത്തിൽ മാറിയിരിക്കുന്നു. പയ്യന്നൂരിലുണ്ടായ പാർട്ടിയുടെ ചങ്കിന് കിട്ടിയ അടി, തളിപ്പറമ്പിൽ കിട്ടിയ അടി, അതുപോലെ അമ്പലപ്പുഴ, ആലപ്പുഴ പാർട്ടി, ഇതൊക്കെ പാർട്ടിയുടെ ചെങ്കോട്ടകളാണ്. അവിടെയാണ് ഈ സംഭവം. ഒന്ന് നോക്കൂ, ഒരു 10 കൊല്ലം മുമ്പാണെന്നുണ്ടെങ്കിൽ പയ്യന്നൂർ പോലുള്ള CPM-ന്റെ കോട്ടയിൽ നിന്ന് CPM-ന് ഒരു വിമത സ്ഥാനാർത്ഥി CPM-നകത്ത് നിന്ന് വരണ കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോൾ തീർച്ചയായും ഈ പാർട്ടിയിൽ അപഭ്രംശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർ പലരും നോക്കി മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദി എന്ന രീതിയിൽ അവർ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്ക് ആകുമ്പോൾ ഈ തലമുതിർന്ന നേതാക്കന്മാരെന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ശ്രേണിയിലുള്ള ഈ ഇ പി ജയരാജൻ, MP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി, ശൈല ടീച്ചർ, തോമസ് ഐസക്, ഇങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി പിണറായി വിജയനെതിരെ നിലകൊള്ളുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ PB-യിലും പോളിറ്റ് ബ്യൂറോയിലെല്ലാം പിണറായി വിജയനെതിരെ ഒരു ശക്തമായ വികാരം ഉയർന്നതിൻ്റെ പുറകിലുള്ള ഇത് ഭരണവികാരം അല്ലെങ്കിൽ പാർട്ടിക്കകത്തുണ്ടായ വികാരം മറ്റൊന്നും തന്നെയല്ല. പിണറായി ഇനി പാർട്ടിയെ നയിച്ചാൽ ശരിയാവില്ല. ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സമ്പ്രദായം മാറണം, നിലവിലുള്ള നേതൃത്വം മാറണം എന്നുള്ള സൂചന തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കോഴിക്കോട് വെച്ച് ഈ സെപ്റ്റംബർ ചേരുന്ന വിപുലീകൃതമായ ആ ഒരു സംസ്ഥാന സമിതിയിൽ തീർച്ചയായും ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.